ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ശ്രീ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ശ്രീ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്കല്ല, അവളുടെ അമ്മ. അപ്പോൾ ആൻറ്റിക്ക് ഒരു ഷോർട്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ ഞാനും ഉണ്ട്. അപ്പം അത് കാരണം വന്നതാണ്. അപ്പോൾ ശ്രീ വന്ന പക്ഷേ കുഞ്ഞാറ്റ അവളുടെ ഒക്കത്ത് കയറിയിരുന്നു. കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശ്രീനെ. എന്നെക്കാളും ഇഷ്ടം ശ്രീനെയാണ് അവൾക്ക്. അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ അച്ചുവിനൊരു കല്യാണം ഉണ്ട് എവിടെയോ. അപ്പം അതിന് പോകാൻ വേണ്ടി അച്ചു ഡ്രസ്സ് മാറി ഇങ്ങനെ നിൽക്കായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും അവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് റോസ്റ്റ് ചെയ്തു. പിന്നെ ഇവനെ റോസ്റ്റ് ചെയ്ത കൂട്ടത്തിലുള്ള ഞാനും ഇതേപോലെയുള്ള പാൻറ്റുകളൊക്കെ ഇടാറുണ്ട്. എന്നാലും അച്ചുവിനെ കളിയാക്കുമ്പോൾ ഒരു സമാധാനം. ഓ മൈ ഗോഡ്, എത്ര പേര് കാണുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അച്ചു ഫാൻസ്. നിങ്ങളിത് കാണുക. ശ്രീകുട്ടി എങ്ങനെയുണ്ട് ഡ്രസ്? പൊളിയായിട്ടില്ല. പിന്നെ നമ്മുടെ കുക്കു എൻ്റെ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കാറില്ല. കാരണം അവൻ അമ്മച്ചീനൊക്കെ കണ്ടുകഴിഞ്ഞാൽ അമ്മച്ചിയുടെ അടുത്തേക്ക് വേഗം പോവും. പിന്നെ അവൻ്റെ മമ്മേനെയും പപ്പനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പോവും. പക്ഷേ എന്താണെന്നറിയില്ല, ആൻറ്റിയൊക്കെ വന്ന കാരണം തോന്നുന്നു അവന് പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരാൾ തന്നെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ശ്രീനെ അങ്ങനെ പരിചയമൊന്നും ഇല്ല. അത് കാരണം അവളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവൻ കരയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഗഡി വന്നു ഗൈസ്. പിന്നെ ഇവരെ വിളിക്കാത്ത കല്യാണത്തിനാണോ പോണേന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. പിന്നെ അച്ചു പാൻറ് മാറ്റിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അതെന്താ പറ്റിയെന്നറിയില്ല. അവൻ്റെ പാൻറ് ഞാൻ നോക്കിയപ്പോൾ വേറെയാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ആരെ വെയിറ്റ് ചെയ്യണേ? കണ്ണാപ്പിയോ കണ്ണാപ്പി എപ്പോഴാ ബസ് അങ്ങോട്ട് പോയിട്ടുണ്ടോ? അച്ഛന് പിന്നെ ഒരു ലെവലിലുണ്ട മീശക്ക് വരാം. അവിടെ ഇവിടെ വൃത്തിയിലാണ്ട് വരണടാ. ലെവിന്റെ പിന്നെ കുഴപ്പമില്ല. വായോ മുള്ളു പോലെ നിക്കണ ഇങ്ങനെ. പിന്നെ ബസ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഇവര് കുറെ നേരം ബസ് നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പൊ അവര് നടന്നു പോവാണ് പൂച്ചിട്ട് വരെ. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അത് പ്ലാൻ ചെയ്തത്. എൻ്റെ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ബർത്ത്ഡേക്ക് ഒരു 2-3 ദിവസം മുമ്പ് എടുത്തതാണ്. നാളെയാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേ ശരിക്കും. അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പം ഞാൻ ഇരുന്ന് അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റുഡിയോ പോയി ഡ്രസ്സ് എടുക്കണമെന്നുണ്ട്. എനിക്ക് ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വിചാരിച്ചു. അപ്പം ശ്രീനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവൾ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് അവിടെ ഇവിടെയൊക്കെ പോയി. പിന്നെ നേരെ ശോഭയിലേക്ക് വിടാനായിരുന്നു പ്ലാൻ. ശ്രീ ആണെങ്കിൽ ശോഭ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ വേറൊരു സംഭവത്തിന് പോയിട്ട് വന്നേക്കായിരുന്നു. എവിയനിയും കുഞ്ഞച്ചൻ്റെയും കൂടെ അങ്ങനെ വെറുതെ കറങ്ങാൻ പോയിക്കായിരുന്നു അവരും. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ബസ് കയറാൻ നിൽക്കണപ്പോൾ അവൾ വേഗം ഓടി വന്നു. പിന്നെ ശ്രീയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഞ്ഞാറ്റ എന്തായാലും ഉണ്ടാവും. അങ്ങനെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടി. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കിട്ടുമ്പം ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്നിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ നിന്നിട്ടൊക്കെ പോകേണ്ടി വരും. ഇത് നമ്മുടെ അവിടെ നിന്നാണ് തുടക്കം. അത് കാരണം സീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടക്ടർ ചേട്ടനോട് സംസാരിച്ച് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നാണം വന്നു. ആൾക്ക് ഇങ്ങനെ ഫേമസ് ആവണതൊന്നും ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങനെ വിടില്ല, നമ്മൾ ഫേമസ് ആക്കിയിട്ട് അടങ്ങും. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഇറങ്ങി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം ശോഭയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ശോഭാ സിറ്റി എന്നാണ് പറയാ. പക്ഷെ എല്ലാവരും ശോഭാ സിറ്റി എന്ന് പറഞ്ഞു എനിക്ക് ശോഭാ സിറ്റി എന്ന് പറയാനാണ് ഇഷ്ടം. എനിക്ക് ശോഭ എന്ന് പറയുന്നത് ഇഷ്ടമല്ലേ. രണ്ടെണ്ണം കൂടി പോയി. ശോഭയില് പോയി. അങ്ങനെ
നമ്മൾ ശോഭ സിറ്റിയിൽ എത്തി. പിന്നെ നമ്മളിപ്പോ വന്നത് സാറ്റർഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, തിരക്കൊന്നുമില്ല ശോഭ സിറ്റിയിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും ഈ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ. പിന്നെ നമുക്കിനി അങ്ങനെ ഇനിയിപ്പോ ശോഭ സിറ്റിക്ക് ഒന്നും വരേണ്ട വരില്ല. ഹൈലൈറ്റ് മാൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി അവിടേക്ക് കയറ്റി പോവാ. ഇവിടേക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നത് പിന്നെ മാൾ ഓപ്പൺ ആയിട്ട് വീഡിയോ എടുക്കണം, ഒരു ഷോർട്സ് എടുക്കാനില്ല. എല്ലാത്തിനും എന്റെ കണ്ണാടിയാണ് ഇപ്പോൾ ഷോർട്സ് എടുക്കാനുണ്ട്. എല്ലാത്തിനും എന്റെ കണ്ണാടിയാണ് ഇപ്പോൾ കണ്ടന്റ്. കണ്ണാട കണ്ടന്റ് കഴിഞ്ഞിട്ടില്ലേ? പിന്നെ ശ്രീ എവിടെ? അവരെ നമുക്ക് വീഡിയോ എടുക്കണം. ഇപ്പഴേ എടുത്തു വെച്ചാലോ? ഇപ്പഴേ എടുത്തു വെച്ചാലോ? പിന്നെ നമ്മൾ ശോഭയിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കഴിക്കുന്നൊരു സംഭവമാണ്. നമ്മൾ മുടക്കാറില്ല ഈ സംഭവം, സ്വീറ്റ് കോൺ കഴിക്കൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഫ്ലേവർ ബട്ടർ മസാല ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് ചൂടോട് കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക, ഇഷ്ടപ്പെടും. നമ്മുടെ ശ്രീയൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അവൾക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. പിന്നെ സ്റ്റുഡിയോ താഴത്തെ ഫ്ലോറിലായ കാരണം ഞങ്ങൾ നേരെ അവിടേക്ക് ഓടി ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എടുത്തേ മാഡം എടുത്തേ. മമ്മ ഡ്രസ് എടുക്കാൻ പോയിരിക്കാണ്. മമ്മ ഡ്രസ് എടുക്കാൻ പോയിക്കാണ് ഗൈസ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചിക്കനിലേക്ക്, ചിക്കൻ കഴിക്കാനാണ്. പിന്നെ അതിനാണ് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഷോർട്സ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഷോർട്സിൽ ഞങ്ങൾ വായ നോക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും അങ്ങനെ വായ നോക്കാറൊന്നുമില്ല ഗൈസ്, അത് വെറും ഒരു കോണ്ടന്റ് ആണ്. അപ്പം ചിലവ് വിചാരിക്കും ഇതേപോലെയാണെന്ന്, പക്ഷേ നമ്മളങ്ങനെ വായ നോക്കാറില്ല. ഞങ്ങൾക്ക് അങ്ങനെ വായ നോക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞങ്ങൾ എക്സ്ട്രാ ഡീസന്റ് കുട്ടികളാണ് ഗൈസ്. ഫോട്ടോ എടുക്കുന്ന ഒരു
സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നു, നമ്മുടെ ശോഭ സിറ്റിയിൽ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ തപ്പി നടന്ന് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ഇതിലിങ്ങനെയാണ് ഫോട്ടോസ് വരെ, ഇങ്ങനെ 6 ഫോട്ടോസായിട്ടാണ് വരാം. 3 ഇങ്ങനെ 3 ഫോട്ടോസ് അതേപോലെ, അതിൽ മറ്റേ കാർഡിലും അതുപോലെ തന്നെ. അപ്പോൾ ഒരു കാർഡ് ഞാൻ എടുത്തു, ഒരു കാർഡ് അവൾക്ക് കൊടുത്തു. പക്ഷെ എനിക്ക് ഇതിലത്തെ ഫോട്ടോസ് അങ്ങനെ ഇഷ്ടമായില്ല, കാരണം നമുക്ക് അതിങ്ങനെ കാണാൻ പറ്റില്ല, നമ്മുടെ ഫേസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പകുതിയിലൊക്കെ എൻ്റെ കണ്ണടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളൊരു ഞാൻ ആദ്യമായിട്ടാണ് ശോഭ സിറ്റിയിലേക്ക് പോണത്. അപ്പൊ അതിന്റെ ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ മനസ്സ് തുറന്ന് ഷോപ്പ് ചെയ്യാറില്ല. ഇന്ന് സാധിച്ചോ. കൂടെ ഫോട്ടോ ആണെങ്കിലും നമുക്ക് ഇതിൽ ഓർമ്മയ്ക്ക് എടുത്തു വെക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഞാനും ആദിലക്ഷ്മിയും ക്രിസ്റ്റീനയും കൂടി പോയി എടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവളില്ലാണ്ട് പോയി. ഒരു ദിവസം നമുക്ക് പോണം. ആദ്യം വരണം. ഓക്കെ, ആദ്യം വരണം. നമുക്ക് 3 പേർക്ക് കൂടി ഫോട്ടോ എടുക്കണം, പൊളിക്കണം. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ്. എപ്പോഴും അൺഎക്സ്പെക്ടഡ് ചെയ്യണതാണല്ലോ എപ്പോഴും സീനായിട്ട് വരിക. ആദ്യം വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പൊളിക്കാൻ ഒരു ദിവസം. വന്നോളൂ. എനിക്ക് എന്റെ ബെസ്റ്റികളുടെ കൂടെ ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഒരു ബെസ്റ്റ് ഇവള്, ഒരു ബെസ്റ്റ് അമ്മ, പിന്നെ ആദ്യം കൂടുതലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമല്ല. ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. അവരെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച് സംസാരിച്ച് അപ്പുറത്ത് പോയിട്ട് പരിദൂഷണം പുച്ചൊക്കെ പറയുന്നവരുണ്ട്. അവര് അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ഒഴിവാക്കുക. നമുക്ക് അവരത് നമുക്ക് ഫ്യൂച്ചറിൽ പാരേറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല? പിന്നെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ട് സത്യം. പക്ഷേ നീ അത് റിയാക്ട് ചെയ്യാൻ പോവാറുണ്ടോ? കല്ലി വലിയ എന്തിനാ എന്തെങ്കിലും we just don't care. പിന്നെ അവർക്ക് ശ്രീദേവിയൊന്നും അങ്ങനെയല്ല. ആദ്യം അങ്ങനെയല്ല. അങ്ങനെ ആയിരിക്കണം. ഗൈസ് നമ്മള് ശോഭ സിറ്റി എന്നൊക്കെ വന്ന് വീട്ടിലെത്തി. പിന്നെ ഗൈസ് നമ്മുടെ ഈ ശ്രീ പോയിട്ടില്ല, കണ്ടോ? അവൾ ഇന്നിവിടെയാണ് നിൽക്കുന്നത്. രാത്രി കാരണം അവളെ വിടുന്ന വിചാരിച്ചു. അപ്പോൾ അവളിവിടെയാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പം വലിയ കാര്യത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരാൾ പഠിക്കും എൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇരുന്ന് പഠിക്കാമെന്ന്. അപ്പം ഞങ്ങൾ പഠിക്കുകയാണ്. ഇനി കുറച്ച് ഞങ്ങൾ കിടന്നുറങ്ങും. പഠിക്കില്ല, ഇപ്പം കിടന്നുറങ്ങും. നീ എപ്പോഴും ഉറങ്ങാറ്? ഞാൻ 10 മണി. ഇവള് 10 മണിയാകുമ്പോ എടുക്കും മാളും. അപ്പൊ ഗൈസ് നമ്മളിനി നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താണ് ശ്രീദേവി പറയുന്നത്? ശ്രീദേവി പറഞ്ഞു തീർത്തു. ഈ വർഷത്തെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കാരണം നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കമന്റ് മൊത്തം നോക്കിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇതുവരെ ഇത്ര അധികം എന്താ പറയാ വിശ്വസ് കിട്ടിയിട്ടില്ല. ഭയങ്കര സന്തോഷായി. പറയണ്ടേ? അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് അല്ലേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഈ വർഷത്തെ ബർത്ത്ഡേ ഹാപ്പി ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ടൈം ഇത്ര അധികം. എന്താണ് അടുത്തത്? ക്രിസ്റ്റീന മരിയയുടെ. ക്രിസ്റ്റീന മരിയക്ക് 15 വയസ്സാവാറായി. 15 അവള് ജനിച്ചത് 2008 ഞങ്ങള് മൂത്തതാ, ഒരു വയസ്സിന് മൂത്തതാ. മുതുക്കി അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ പുതിയ
വിദ്യല്ല വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വന്നാരെ സ്റ്റേ ട്യൂൺ.